നമസ്കാരം. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ ഗോദയിൽ പ്രചാരണം കൊഴുക്കുകയാണ്. ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് വിവിധ പാർട്ടികൾ. കേരളത്തിൽ 3 മുന്നണികളും കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ്. BJP കേരളത്തിൽ ഇനി പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഇന്ത്യ സഖ്യത്തിന്റെ മഹാസമ്മേളനം അല്പസമയത്തിനകം മുംബൈയിൽ നടക്കും. മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. എന്നാൽ ഇടതു പാർട്ടികൾ പങ്കെടുക്കില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അല്പം മുൻപ് പുറത്തുവരികയും ചെയ്തു. പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകത്തിലെ നിർണായക വിവരങ്ങൾ ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാകുമ്പോൾ കണ്ണൂർ അടയ്ക്കാത്തോട്ടിൽ ജനവാസ മേഖലയിൽ കടുവയെ കണ്ടെത്തി ആ കടുവയെ പിടികൂടാൻ ഉള്ള ശ്രമം നടക്കുന്നു എന്നതും ഇന്നത്തെ പ്രധാന വാർത്തയാണ്. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. ഇന്ന് സംഭവിച്ചതിൽ ആദ്യം നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി മറ്റന്നാൾ പാലക്കാട്ടെത്തും. CAA വിഷയം ഉയർത്തിയാണ് LDF UDF പ്രചാരണം. 40 ദിവസത്തിനു ശേഷം നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിൽ വമ്പൻ ജയം സ്വപ്നം കാണുകയാണ് 3 മുന്നണികൾ. ഇടതുപക്ഷത്തിന്റെ പിന്തുണയും സഹായവും ഇല്ല എങ്കിൽ കോൺഗ്രസിന് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇടതുപക്ഷം മുന്നിട്ട് നെഞ്ചുറപ്പോടെ നിൽക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള മതേതരത്വം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. That will realize the dream and challenge given by Prime Minister to achieve very good victory in Kerala elections. That at least 5, but we are trying for 10 seats. അപ്പോൾ UDFന്റെ പ്രമുഖ നേതാക്കന്മാർ പോലും ഒരു മടിയുമില്ലാതെ ഇന്ന് BJPയിലേക്ക് ചേക്കേറുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പലരും സ്വതന്ത്ര ചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് അവർ വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തർ വിശകലനവുമായി തത്സമയം. ഷഫീദ്, പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടു. അതിൽ പൗരത്വ വിഷയം 3 മുന്നണികളും ഒരുപോലെ ഉന്നയിക്കുന്നതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കാരണവശാലും പിടിവിടില്ല എന്ന് അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പിന്നീട് ചില മറ്റ് വിഷയങ്ങൾ കൂടി ഇതിനിടയിലേക്ക് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ EP ജയരാജൻ, രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് ബന്ധം, അതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. അത്തരത്തിലേക്ക് പല വിഷയങ്ങൾ സ്ഥിരം നമ്മൾ കാണുന്നത് പോലെ തന്നെ പ്രചാരണ കാലയളവിൽ മുന്നണികൾ മാറി മാറി ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള പ്രതീക്ഷകളുമായാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ഒരു തരംഗം ഇത്തവണ ഇല്ല. അതുകൊണ്ട് തന്നെ LDFന് കൂടുതൽ പ്രതീക്ഷയുണ്ട്. UDFന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണത്തെ വിജയം അതേപടി ആവർത്തിക്കാൻ കഴിയുമെന്നവർ കരുതുന്നുണ്ടെങ്കിൽ അതിൽ കാരണമായി അവർ കണ്ടെത്തുന്ന കാരണങ്ങൾ എന്തൊക്കെ? നമുക്കറിയുന്ന പോലെ തന്നെ ദേശീയ തലത്തിലടക്കം വലിയ തരത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നു. ഏതാണ്ട് 40ഓളം ദിവസമായിരിക്കും പ്രചാരണത്തിന് മുന്നണികൾക്ക് ലഭിക്കുക. ഇതിനോടകം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ 20 മണ്ഡലങ്ങളിലും 3 മുന്നണികളിലും കളം നിറഞ്ഞ പ്രചാരണവുമായി സജീവ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. പൗരത്വ ഭേദഗതി നിയമം അത് സർക്കാർ തന്നെ അല്ലെങ്കിൽ ഇടതുമുന്നണി തന്നെ വീണുകിട്ടിയ അവസരമായി ഒരു വലിയ സാധ്യതയായി കാണുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനത്തോടുകൂടി ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെയും സർക്കാരിൻ്റെയും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്നുള്ള കാര്യം. അതേസമയം മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി ആയുധമാക്കി വലത് മുന്നണികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മത്സരിക്കാനെത്തിയതോടുകൂടി ഇടതുമുന്നണിയുടെ സകല സാധ്യതകളും റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ള പ്രതികരണം അത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രചാരണം LDF നടത്തുമ്പോൾ ദേശീയ തലത്തിൽ ഒരു വർഗീയ വിരുദ്ധ കക്ഷിയെ ചേർക്കാനുള്ള വർഗീയ വിരുദ്ധ നിലപാടെടുക്കാനുള്ള നീക്കത്തിൽ കേരളത്തിലെ നിലപാട് കൊണ്ട് ഇടതുപക്ഷം അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം അത് UDF ഇതിനോടകം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ മുന്നണിയും പൗരത്വ ഭേദഗതിയും അടക്കം വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണം അത് അതേ രീതിയിൽ തന്നെ തുടരും. പ്രത്യേകിച്ച് മാസപ്പടി അടക്കം അതേ രീതിയിൽ തന്നെ തുടരും എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ആവർത്തിച്ച കാര്യമാണ്. അതും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകും. ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് EP ജയരാജൻ വെസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധം LDF കൺവീനർ EP ജയരാജൻ ഉണ്ട് എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നാൽ ആ ആരോപണത്തെ
പൂർണ്ണമായും തള്ളി LDF കൺവീനർ ഇ പി ജയരാജൻ നിലപാടെടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറിൽ ഏർപ്പെട്ട നിരാമയമായ എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ല, മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ തനിക്ക് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ ഈ വി ഡി സതീശന് സൗജന്യമായി എല്ലാം എഴുതി നൽകാം എന്നുള്ള ഒരു വെല്ലുവിളി കൂടി ഇ പി ജയരാജൻ നടത്തിയിട്ടുണ്ട്. ആ രീതിയിൽ പോകുന്നു ഒരു ചർച്ച. അതേസമയം രണ്ടാമത്തെ ചർച്ചയാകട്ടെ ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ചിരുന്ന LDF സ്ഥാനാർത്ഥി, വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ രംഗത്തെത്തിയതായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടാൽ അവരെന്ത് ചെയ്യും, കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്നുള്ളതായിരുന്നു. ആ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആനി രാജ ഇന്ന് രംഗത്തെത്തി. അതിൽ പറഞ്ഞ കാര്യം രാജ്യം കടന്നു പോകുന്ന സ്ഥിതിയെക്കുറിച്ച് ശശി തരൂരിന് ബോധ്യമില്ല എന്നുള്ളതായിരുന്നു ആനി രാജയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അങ്ങനെ വിവിധ വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാവുകയാണ്. ഇനി ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്ഷേപങ്ങൾ വരും. സർക്കാരിനെ സംബന്ധിച്ച സർക്കാർ ഇക്കുറി അല്ലെങ്കിൽ LDF ഇക്കുറി ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തവണയുണ്ടായ UDFന്റെ ക്ലീൻ സ്വീപ്പ് അത് തടയുക എന്നുള്ളതാണ്. കുറഞ്ഞത് 10ഓളം സീറ്റിലെങ്കിലും ആധിപത്യം ഉറപ്പിക്കാൻ, മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തൽ അത് LDFനെ സംബന്ധിച്ചിട്ടുണ്ട്. NDA ആകട്ടെ തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കം എന്തെങ്കിലും തരത്തിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം അത് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം അവരും നടത്തുന്നു. UDF സിറ്റിംഗ് MPമാരെ അടക്കം നിലനിർത്തി പുതിയ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ 20-19 അത് 20-20 2020 ആക്കി മാറ്റാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. അനുജ, ഇതിൽ ഏറ്റവും ഒടുവിലായി ഇ പി ജയരാജൻ തന്നെ BJP സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം അത് BJP എടുത്തുപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി MV ഗോവിന്ദനൊക്കെ കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇ പി ജയരാജനാകട്ടെ ഇന്ന് അതിൽ മറ്റൊരു വിശദീകരണം നൽകുന്നു. അങ്ങനെ ആ തരത്തിലേക്ക് കൂടി നടത്തുന്ന പരാമർശങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ BJPയുടെ പ്രതീക്ഷ ഇന്നിപ്പോൾ പ്രകാശ് ജാവദേക്കർ പറയുന്ന അല്പം മുൻപ് നമ്മൾ കേട്ടിരുന്നു 5 സീറ്റുകൾ ലഭിക്കുമെന്ന് ാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഏറെക്കുറെ ഉറപ്പിക്കാമെന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുന്നു. 10 സീറ്റുകൾ എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി വീണ്ടും അടുത്ത ദിവസം എത്തുകയാണ്. അങ്ങനെ ആ തരത്തിലേക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്ന് പറഞ്ഞതും എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ഇക്കുറി BJPയും ഒരു തരത്തിലും പിന്നാക്കം പ്രചാരണ രംഗത്ത് തങ്ങൾ പോകില്ല, എല്ലാം ഉറപ്പിച്ച് തന്നെയാണ് എന്നൊരു രീതിയിൽ തന്നെയല്ലേ അവരുടെയും പ്രചാരണം? അനുജ, BJPയെ സംബന്ധിച്ച് ഇക്കുറിയെങ്കിലും കേരളത്തിൽ അവരുടെ അക്കൗണ്ട് തുറക്കണമെന്നുള്ള വലിയ താല്പര്യം, വലിയ ആഗ്രഹം, വലിയ ലക്ഷ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ കേളികുട്ട് തുടങ്ങും മുൻപ് തന്നെ തൃശ്ശൂരിലും എറണാകുളത്തും പ്രധാനമന്ത്രി വന്നുപോയി, പത്തനംതിട്ടയിൽ വന്നു, തിരുവനന്തപുരത്ത് വന്നു, അടുത്ത ദിവസം പാലക്കാടേക്ക് വരാൻ പോകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തുള്ള സന്തോഷം ഒരു BJP വലിയ സന്ദേശം നൽകുന്നുണ്ട്. അത് ദേശീയ നേതാക്കളടക്കം കേരളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം 2 കേന്ദ്രമന്ത്രിമാരെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലേക്കും പ്ലേസ് ചെയ്യുന്നു. അവരുടെ ജനകീയ മുഖങ്ങളെ പരമാവധി ഉപയോഗിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് അങ്ങേയറ്റം അനുകൂലമായ രീതിയിൽ അവർക്കുണ്ടായ കൂടുമാറ്റം, പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ, പത്മിനി അടക്കമുള്ള ആളുകളുടെ കൂടുമാറ്റം അതടക്കം തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് BJPയെ സംബന്ധിച്ചിട്ട് ഇക്കുറി ഉള്ളത്. ആ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ച് കുറഞ്ഞതൊരു 3 സീറ്റിലെങ്കിലും അക്കൗണ്ട് തുറക്കാൻ, 3 സീറ്റെങ്കിലും നേടി അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ അത് BJPയെ സംബന്ധിച്ച് വലിയ കരുത്തായി മാറും. മാത്രവുമല്ല തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലടക്കം അവർക്കുണ്ടാകുന്ന ചില തരത്തിലുള്ള നാണക്കേടുകളെ മറികടക്കാനാവുമെന്നുള്ള വിലയിരുത്തൽ അത് BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും നമ്മൾ മുൻപ് സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ അനുജ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇ പി ജയരാജന്റെ പ്രതികരണമായിരുന്നു. 5ഓളം മണ്ഡലങ്ങളിലും കരുത്തരായ BJP സ്ഥാനാർത്ഥികളെന്ന ഇ പി ജയരാജൻ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ആ പ്രതികരണം അതൊരു വാവിട്ട പ്രതികരണമായി LDF നേതൃത്വം തന്നെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ CPM നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ട്. കാരണം ആ ഒരു പ്രതികരണം വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കേരളത്തിൽ മത്സരം അത് LDFും UDFും തമ്മിലാണ്. തൊട്ടടുത്ത ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഈ കോൺഗ്രസിൽ നിന്ന് എൻ ബ്ലോക്കായ ആളുകൾ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രം ഉള്ളൊരു പ്രതികരണമായി അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. നേരത്തെ തന്നെ CPM ഇക്കാര്യത്തിൽ ഘടകകക്ഷികളോടക്കം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വളരെ ജാഗ്രതയുള്ള പ്രതികരണം ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ ആ ജാഗ്രത LDF കൺവീനറുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇല്ലാതായി എന്നുള്ളൊരു കുറ്റപ്പെടുത്തലും ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഏതായാലും 3 മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്ന വിഷയങ്ങൾ അതിൻ്റെ സ്വഭാവം മാറും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ, ഒരു അറ്റാക്ക് പോലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ക്ഷേമ പെൻഷൻ അടക്കം വലിയ തരത്തിൽ തുക റിലീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തുക അനുവദിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടന്നു. അതടക്കമുള്ള വിഷയങ്ങൾ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അത് ഈ മണ്ഡലങ്ങളിൽ ഏത് രീതിയിൽ ചർച്ചയാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമായി മാറുകയും ചെയ്യും. അനുജ, അതാണ് അത്തരത്തിലേക്ക് 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് രംഗത്ത്
സജീവമാണ്, പ്രചാരണം കൊഴുത്തിരിക്കുന്നു. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇ.പി. ജയരാജന് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ്. ഇ.പിയുടെ കുടുംബാംഗങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി പ്രതിനിധികളുമായി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. പണ്ട് അന്തർധാര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് നടത്താനുള്ള തരത്തിൽ ബന്ധം വളർന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേസ് കൊടുത്താൽ തെളിവുകൾ പുറത്തുവിടുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ് ഇ.പി. ജയരാജൻ്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേകം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിന് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നും പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിൻ്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പോൾ പുറത്തുവിടാത്തത്. അപ്പോൾ ഇനി അതുമായിട്ട് തർക്കിച്ചപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ, പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPM-ഉം BJP-യും തമ്മിൽ. ഇപ്പോൾ അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. ഇ.പി. ജയരാജനുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വി.ഡി. സതീശന്റെ പരാമർശം തള്ളി രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി. ഇ.പി. ജയരാജനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. ഇ.പിയുമായി തനിക്ക് ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ അത് ആരോപിക്കുന്നവർ തെളിയിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ ഇ.പി. ജയരാജനെ ആദ്യം ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു കണക്ഷനും ഇല്ല. ഇത് സതീശൻ ജിന്റെയും കോൺഗ്രസിന്റെയും തലയിൽ അങ്ങനെ ഓരോരോ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് പോകട്ടെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർക്കിപ്പോ ഈ വികസനത്തെ പറ്റിയൊന്നും പറയാനില്ലേ? കോൺഗ്രസിന് പുരോഗതിനെ പറ്റിയൊന്നും പറയാനില്ല. ഇല്ല. അതുകൊണ്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കുക. 3 ദിവസം മുമ്പേ CA-നെ പറ്റിയൊരു നുണ, ഇന്ന് ഇത് നുണ, നാളെ വേറൊരു നുണ. 2014 നുണ കേട്ടു, 19 നുണ കേട്ടു, 24 നുണ കേൾക്കും. അവർ 0 സീറ്റ് എത്തണം വരെ ആ നുണേന്റെ രാഷ്ട്രീയം കണ്ടിന്യൂ ചെയ്യും. അത്രയേ ഉള്ളൂ. വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ ഇ.പി. ജയരാജൻ നിഷേധിച്ചു. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി.ഡി. സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലും ഇല്ലെന്നും ഇ.പി. ജയരാജൻ കൂട്ടിച്ചേർത്തു. രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി.ഡി. സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വൈദികം എന്ന് പറയുന്ന ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. ഞാനും അതുമായിട്ട് എന്താ ബന്ധം? ഞാൻ അതിൻ്റെ ഒരു ഉപദേശിയാണ്, അഡ്വൈസറാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം മുതൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം, അതിന് മറുപടി ഇ.പി. ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ അതിന് അടുത്ത മറുപടിയുമായാണ് അല്പം മുൻപ് വി.ഡി. സതീശൻ എത്തുന്നത് നമ്മൾ കണ്ടത്. അത് ആരോപണങ്ങൾ തെളിയിക്കാൻ താൻ തയ്യാറാണ് കേസിന് പോയാൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം പറയുന്നതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ശ്രീജിത്ത്. കേസിന് പോയാൽ എന്നല്ല, അതുമാത്രമല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇനി ഇ.പി. ജയരാജൻ മിണ്ടിയാൽ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ കൂടുതൽ തെളിവുകളുണ്ട്, പുറത്തുവിടാം. അത് കുടുംബാംഗങ്ങളും ഈ നിരാമയ ഗ്രൂപ്പ്, രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള നിരാമയ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ്. ഒരു മാനേജ്മെന്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഇ.പി. ജയരാജനും അതുപോലെ തന്നെ ഈ നിരാമയ ഗ്രൂപ്പ് രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് ഗ്രൂപ്പുമായി ഉണ്ട്. അതിന് ബിസിനസ് ബന്ധം എന്നും പറയും. അത് തെളിയിക്കാൻ തനിക്ക് കഴിയും എന്നാണ് പറയുന്നത്. BJP അനുകൂല പ്രസ്താവന ഇ.പി. ജയരാജനെ കൊണ്ട് നടത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ അതിലേക്ക് മാസപ്പടി വിവാദത്തെ കൂടി കൂട്ടിച്ചേർക്കുകയാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഇന്ന് ചെങ്ങന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. ഈ 8 മാസമാണ് മാസപ്പടി വിവാദത്തിൽ എക്സാലോജിക് കമ്പനിക്കെതിരായി ഇത്തരത്തിൽ അന്വേഷണത്തിന് SFIOക്ക് അനുമതി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനൊരു സമയം കാലാവധി അനുവദിച്ചിട്ടുള്ളത്. അത് അപ്പോൾ ഒരു ഡെമോക്ലിസിന്റെ വാൾ മുഖ്യമന്ത്രിക്കും CPM-നും മേൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഇ.പി. ജയരാജനല്ല, ഇ.പി. ജയരാജനെ കൊണ്ട് BJP സ്നേഹം പറയിപ്പിക്കുകയാണ് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നു. ഇത് കൂടാതെ
കൂടാതെ പിണറായിക്ക് BJPയെ പേടിയാണ്, അതുകൊണ്ടാണ് EP സുഖിപ്പിക്കുന്നത് എന്നുകൂടി പറയുന്നു. സുരേന്ദ്രൻ വരെ EP ജയരാജനെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 5 സീറ്റ് ലഭിക്കും, അല്ലെങ്കിൽ 5 സീറ്റിൽ നല്ല സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ LDFും തമ്മിലാണ്, CPMും തമ്മിലാണ് മത്സരം എന്നതിൽ K. സുരേന്ദ്രൻ വരെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. EP മാത്രം അഭിനന്ദിച്ചാൽ പോരാ, അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറയിക്കുന്നത്, അദ്ദേഹത്തെ കൂടി അഭിനന്ദിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും മാസപ്പടി വിവാദത്തിൽ നിന്ന് പിന്നോട്ടില്ല. രാഹുൽ ഗാന്ധി അടക്കം CA വിഷയങ്ങളിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പ്രതിപക്ഷം മറുപടി പറഞ്ഞു. 7 ചോദ്യങ്ങൾക്കും പ്രതിപക്ഷം മറുപടി പറഞ്ഞു. പക്ഷേ മാസപ്പടി വിവാദത്തിൽ താൻ ചോദിച്ച 5 ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നില്ല എന്ന് കൂടി ചോദിച്ചു വയ്ക്കുമ്പോൾ ഈ എക്സാലോജി കമ്പനിയെയും വീണ വിജയന്റെ എക്സാലോജി കമ്പനിയെയും അതുപോലെ തന്നെ മാസപ്പടി വിവാദത്തെയും രാജീവ് ചന്ദ്രശേഖറിന്റെ ബിസിനസ് ബന്ധത്തെയും BJPയുമായി കൂട്ടിച്ചേർത്ത് ഒരു രാഷ്ട്രീയ ആരോപണം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉടലെടുക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്യുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. EPക്ക് വെല്ലുവിളിയുണ്ട്, ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി സംസാരിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. അത്തരത്തിൽ ആ വിഷയം കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കൗതുകം. അസത്യ പരാമർശം നടത്തിയതിന് LDF കൺവീനർ EP ജയരാജനെതിരെ നിയമ നടപടിക്ക് 24. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 24-നെതിരെ അസത്യ പരാമർശം നടത്തിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ഡ്രൈവർ നടത്തിയ വെളിപ്പെടുത്തൽ സംപ്രേഷണം ചെയ്തതാണ് EP ജയരാജന്റെ ആരോപണത്തിന് പിന്നിൽ. മുഖ്യപ്രതികളിൽ ഒരാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിലും EP ജയരാജനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തിപ്രകടന റാലിക്ക് അല്പസമയത്തിനകം മുംബൈയിൽ തുടക്കമാകും. വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് പരിപാടി. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന മെഗാ റാലിയിൽ ഇടത് പാർട്ടികളില്ല. ക്ഷണം ലഭിച്ചെങ്കിലും CPIMും CPIM പങ്കെടുക്കുന്നില്ല. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, 5 മണിക്ക് റാലി ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. നേരത്തെയൊക്കെ അവ്യക്തതകൾ ഉണ്ടായിരുന്നു ഇടത് പാർട്ടികൾ പങ്കെടുക്കുമോ എന്നതിൽ. അതിന് കാരണമായി പങ്കെടുക്കില്ല എന്നതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം KC വേണുഗോപാലിന്റെയും സ്ഥാനാർത്ഥിത്വം എന്നതാണോ? ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് എത്താം. ശ്രീനാഥ് ചന്ദ്രനിലേക്ക് എത്താം. അല്പസമയത്തിനകം 5 മണിയോടെ ഈ റാലിക്ക് തുടക്കമാകും, മഹാസമ്മേളനത്തിന് തുടക്കമാകും. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുമെന്നാൽ ഇടത് നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിർണായക വിവരമാണ് അല്പം മുൻപ് പുറത്തു വന്നത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്പം മുൻപുണ്ടായതാണ്. സുപ്രീംകോടതിയിൽ മുദ്രവച്ച കവറിൽ നൽകിയ ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. 2019 സുപ്രീംകോടതിയിൽ നൽകിയ വിവരങ്ങളാണ് കമ്മീഷൻ പുറത്തുവിട്ടത്. 2017-18 വരെയുള്ള സാമ്പത്തിക വർഷത്തെ വിവരങ്ങളാണ് ഉൾപ്പെടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 1450 കോടിയുടെ ബോണ്ട് BJPക്ക് ലഭിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് 1334.35 കോടി രൂപ ലഭിച്ചു എന്നാണ് കണക്ക്. 2019-20 കാലയളവിൽ BJPക്ക് 2555 കോടി രൂപ ലഭിച്ചു. ഏറ്റവും കൂടുതൽ തുക ലഭിച്ച രണ്ടാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്, കണക്കുകളടക്കം. അത് 2019 കാലഘട്ടത്തിൽ വാങ്ങിയ ബോണ്ടുകളുടെ വിവരങ്ങൾ. BJP കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്, അതിന് തൊട്ടടുത്ത് തന്നെ കോൺഗ്രസുമുണ്ട് എന്നതാണ്. YSR കോൺഗ്രസ്, BJD ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. വിശദമായി എന്താണ് വാർത്ത? അനുജയ്, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അതായത് 2019 മുദ്രവച്ച കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ നൽകണമെന്നൊരു ആവശ്യമായിരുന്നു. കാരണം പകർപ്പുകൾ കൈവശമില്ലാത്തത് കൊണ്ടാണ് ഈ രേഖകൾ മടക്കി നൽകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി അന്ന് നിർദ്ദേശിച്ചത് ഈ മുദ്രവച്ച കവറിലെ വിവരങ്ങൾ പകർപ്പുകൾ എടുത്ത ശേഷം മടക്കി നൽകാനും ഇത് പ്രസിദ്ധീകരിക്കുവാനുള്ള നിർദ്ദേശവുമാണ് നൽകിയത്. ആ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2019 സുപ്രീം കോടതി നൽകിയ രേഖകൾ. ഇത് പരിശോധിക്കുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ബോണ്ടുകളിലൂടെ BJPക്ക് ലഭിച്ചത് 1450 കോടിയാണ്. ആ സമയത്ത് കോൺഗ്രസിന് ലഭിച്ചിരുന്നത് 383 കോടി രൂപയുടെ ബോണ്ടുകളാണ്. ഇനി ഈ ഒരു നിലവിലെ മൊത്തത്തിലുള്ള വിവരങ്ങൾ പ്രകാരം, ഇന്ന് പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ പ്രകാരം ഏറ്റവും കൂടുതൽ തുക ലഭിച്ച രണ്ടാമത്തെ പാർട്ടി അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസിന്
ലഭിച്ചത് 1397 കോടി രൂപയുടെ ബോണ്ടുകളാണ്. കോൺഗ്രസിന് 1334.35 കോടി രൂപയുടെ ബോണ്ടും ലഭിച്ചു. BJD നാലാമത്തെ പാർട്ടിയാണ്. 944.5 കോടി രൂപയാണ് ലഭിച്ചത്. YSR കോൺഗ്രസിന് 442.8 കോടി, തെലുങ്കുദേശം പാർട്ടിക്ക് 181.35 കോടി, സമാജ്വാദിക്ക് 14.05 കോടി, അകാലിദളിന് 7.26 കോടി, AIADMKക്ക് 6 കോടി. അങ്ങനെയാണ് ഈ തുകകൾ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പ്രാദേശിക പാർട്ടികൾക്ക് വരെ, ഒരു സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പാർട്ടികൾക്ക് വരെ വലിയ രീതിയിലുള്ള തുകകളാണ് ഈ ബോണ്ട് വഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ വിശദാംശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോണ്ടുകൾ സ്വീകരിച്ചവരുടെ വിവരങ്ങളും ഒപ്പം ഏത് പാർട്ടിക്കാണ് ആ ബോണ്ടുകൾ നൽകിയത് എന്നുള്ള ഒരു ബന്ധം അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ SBIയോട് ആ രേഖകൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതായത് ഇതിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് SBIക്ക് പറയാനുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രേഖകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഇലക്ടറൽ ബോണ്ട് വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. നമ്മൾ ഒരിക്കൽ കൂടി മുംബൈയിലേക്ക് പോകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലിക്ക് അല്പസമയത്തിനകം മുംബൈയിൽ തുടക്കമാകും. വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് പരിപാടി. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന മെഗാ റാലിയിൽ ഇടതു പാർട്ടികളില്ല. ക്ഷണം ലഭിച്ചെങ്കിലും CPIയും പങ്കെടുക്കില്ല. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, റാലി കൃത്യം 5 മണിക്ക് തന്നെ ആരംഭിക്കുമോ? പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടോ? പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ഒപ്പം ഇതിൽ CPIയും ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? കേരളത്തിൽ KC വേണുഗോപാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വം അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതാണോ നിലവിൽ അറിയാൻ കഴിയുന്നത്? അനുജ, ഏതായാലും പരിപാടി നേരത്തെ 5 മണിക്കാണ് നിശ്ചയിച്ചെങ്കിലും ഇപ്പോൾ 5 മണി കഴിയുമെന്നതാണ് നമുക്ക് ഇവിടുത്തെ ഉള്ള ഒരു അവസ്ഥ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നേതാക്കളാരും തന്നെ വേദിയിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല ഈ സദസ്സിലൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകർ എത്തുന്നതേ ഉള്ളൂ. ഏതാണ്ട് 2000-3000 പേരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ വലിയൊരു മൈതാനമാണ്. അവിടെ ആളുകൾ, പാർട്ടി പ്രവർത്തകരൊക്കെ ഈ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണി എന്നുള്ളത് ഒരുപക്ഷെ 6 മണിയോടെ അല്ലെങ്കിൽ 6:30യോടെ പരിപാടി തുടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾ, ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ എല്ലാവരും തന്നെ എത്തുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും ഇടതു പാർട്ടികൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ പതിപ്പ് കശ്മീരിൽ അവസാനിച്ചപ്പോൾ അന്ന് CPIയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതും ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ അടക്കം സാധ്യതകൾ, സാഹചര്യമൊക്കെ വിലയിരുത്തിയാണ് ഇത്തരത്തിലൊക്കെ ഒരു തീരുമാനം. കാരണങ്ങൾ മറ്റു പലതും അറിയിച്ചിട്ടുണ്ടെങ്കിലും, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ സാഹചര്യത്തിൽ പോകാനുള്ള കാരണം അതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇടതു പാർട്ടികൾ വിട്ടു നിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ കൂടുതലായുള്ള പ്രതികരണങ്ങൾ വന്നേക്കാം. അല്പസമയം മുമ്പ് 24നോട് ചാണ്ടി ഉമ്മൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. BJPയുമായി CPMനുള്ള ഒരു ബന്ധം അത് കൂടുതൽ പുറത്തു വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ, ഇത്തരം രാജ്യത്തിന് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഒരു നയമല്ല CPM ഈ ഘട്ടത്തിൽ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല പല കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സാന്നിധ്യം, ഇതൊക്കെ തന്നെ കാരണമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആദ്യ പതിപ്പ് ജമ്മു കാശ്മീരിൽ അവസാനിച്ച സമയത്ത് അവിടെ എന്തുകൊണ്ട് CPM ഉണ്ടായില്ല, അന്ന് എന്തായിരുന്നു കാരണം എന്ന് ചോദിക്കുന്നു. അതായത് ഇത് CPM ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്ത ഒരു നയമായല്ല, അതിനപ്പുറത്തേക്കുള്ള അവരുടെ ഒരു ദീർഘകാലത്തിലുള്ള ഒരു നയമാണ് ഇത് എന്ന് ആണ് ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അത്തരം വിമർശനങ്ങൾ ഒരുപക്ഷെ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെയൊക്കെ ഇത്തരം നീക്കങ്ങൾ പലപ്പോഴും ബാധിച്ചേക്കാം. നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗം മുംബൈയിൽ, രണ്ടാമത്തെ യോഗം മുംബൈയിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ളൂ. കാരണം നിതീഷ് കുമാർ വിട്ടുപോകുന്നു, മമതാ ബാനർജി ഇടഞ്ഞു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി പേരെ എത്തിക്കുക എന്നതാവും കോൺഗ്രസിന്റെ ലക്ഷ്യം. അങ്ങനെ പരമാവധി പേരെ എത്തിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണിയുടെ ഒരു ഐക്യം, ശേഷിക്കുന്ന പാർട്ടികൾക്കിടയിലുള്ള ഒരു ഐക്യം അത് തെളിയിക്കാൻ അതുകൊണ്ട് സാധിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. MK സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും 6 മണിയോടെ ഈ മഹാറാലി ഇവിടെ ആരംഭിക്കുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ
ശ്രീനാഥ്, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ചില നേതാക്കൾ ഇപ്പോൾ നിതീഷ് കുമാറിനെ പോലുള്ളവർ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, അതുപോലെ MK സ്റ്റാലിൻ എത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഭഗവന്ത് മാൻ, അങ്ങനെ പ്രതിപക്ഷ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, അങ്ങനെ ആ തരത്തിലേക്കൊക്കെ വലിയ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് തങ്ങളുടെ കരുത്ത് കാട്ടുന്ന തരത്തിലേക്ക് തന്നെ അല്ലേ ഈ യോഗം പോകുന്നത്? ഇടത് പാർട്ടികൾ പങ്കെടുക്കില്ല എന്നുള്ളതൊരു ക്ഷീണമാണ് എന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ പൊതുവെ എങ്ങനെയാണ് പ്രവർത്തകരുടെ പ്രതികരണം? നമ്മൾ ആരോടെങ്കിലും ആ പ്രതികരണം ആരാഞ്ഞിരുന്നോ? 10,000-കണക്കിന് പേർ അങ്ങോട്ടേക്കൊക്കെ എത്തിച്ചേരുമോ? ആ പ്രതീക്ഷയിലാണല്ലോ സഖ്യം. ഏതായാലും ഈ റാലി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയാണ്, അതിൻ്റെ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാനിക്കുമ്പോൾ അതിന് അവസാന ദിവസത്തിലേക്ക് ഇത്തരമൊരു റാലി കോൺഗ്രസ് പദ്ധതി ചെയ്യുമ്പോൾ അതിൽ സഖ്യകക്ഷികളെ എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പാക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു കക്ഷിയാണ് ഇപ്പോൾ CPM-ഉം CPI-യും ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അതൊരു ക്ഷീണമാകുമെങ്കിലും അതൊരു ഒരുപക്ഷെ കേരളത്തിലോ ഒക്കെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ ഒരു സഖ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ. അതിനപ്പുറത്തേക്ക് UP-യിൽ നിന്ന് അഖിലേഷ് യാദവ്, ബീഹാറിൽ നിന്ന് തേജസ്വി യാദവ്, RJD നേതാവ്, അങ്ങനെ പ്രമുഖരായ നേതാക്കളെയൊക്കെ തന്നെ ഒരുപാട് MLA-മാരുള്ള വലിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഒപ്പം നിർത്താൻ കഴിയുകയും അതിൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം അവിടെ ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ ബാധ്യതയാണ്. അവർക്ക് അത് പ്രധാനവുമാണ്. അതുകൊണ്ട് ഈ പരിപാടി വലിയ തോതിൽ വിജയിപ്പിക്കേണ്ടത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ്. ഭാരത് ജോഡോ ന്യായ് യാത്ര, അതിനു മുമ്പ് നടന്ന ഭാരത് ജോഡോ യാത്ര, ഇതിൻ്റെയൊക്കെ തന്നെ ആകെ ഒരു ഔട്ട്കം എത്രത്തോളം ആളുകൾക്കിടയിലേക്ക് അത് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞു എന്നത് തെളിയിക്കും വിധം ഒരു ആൾ പങ്കാളിത്തവും ജനപങ്കാളിത്തവും ഇതിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ 5 മണി ആയിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ 4:30 സമയമാകുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ സദസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് കസേരകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഒരു പക്ഷേ ഈ പരിപാടി നടക്കാൻ ഇനി 6:30 7 മണി വരെയൊക്കെ പോയാലും സംശയിക്കേണ്ടതില്ല. വേദിയിലും നേതാക്കളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു നേതാവിനെയും എനിക്കിപ്പോൾ വേദിയിൽ കാണാൻ വേണ്ടി കഴിയുന്നുമില്ല. അതുകൊണ്ട് പരിപാടി ഒരു അല്പം വൈകിയെങ്കിൽ പോലും രാത്രി നേരത്തെ നിശ്ചയിച്ച 9 മണിയോടെ പരിപാടി അവസാനിക്കുമെന്നായിരുന്നു. ഒരു 10 മണിയോടെ അവസാനിച്ചാൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അതിൽ ഉറപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ മുന്നേറും എന്നുള്ളൊരു പ്രഖ്യാപനം, ഒരു പ്രതിജ്ഞ എല്ലാവരും ചേർന്ന് എടുക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള നടപടികളും പ്രസംഗങ്ങളും വാദങ്ങളും ഒക്കെ തന്നെയാണ് ഈ വേദിയിൽ നിന്ന് സദസ്സിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി കൊടികളുടെ ഒരു കണക്ക് നമ്മൾ രസകരമായി ഉച്ചയ്ക്ക് നോക്കിയിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ കൂടുതലായി കാണുന്നത് കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ SP-യുടെ, അഖിലേഷ് യാദവിൻ്റെ SP-യുടെയും കൊടികളാണ്. ഇപ്പോൾ വൈകിട്ട് പരിപാടി തുടങ്ങാറാകുമ്പോഴേക്കും മറ്റു പാർട്ടികളുടെ കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അഖിലേഷിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു വലിയ ഒരു പങ്കാളിത്തം, അവർ തമ്മിലുള്ള ഒരു ഒരുമയൊക്കെ തന്നെ ഈ പതാകകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വേദിയിൽ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടാകും, അതിനപ്പുറത്തേക്ക് എല്ലാ പാർട്ടികളുടെയും പങ്കാളിത്തം അതിൽ ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കണ്ട് അറിഞ്ഞ് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഏതായാലും മഹാവികാസ് അഘാടി സഖ്യത്തിനുള്ളിലെ പാർട്ടികളൊക്കെ തന്നെ ഏതായാലും ഇതിൽ പങ്കെടുക്കും. ശരത് പവാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഐക്യത്തിൻ്റെ, അതിനൊപ്പം തന്നെ കരുത്ത് തെളിയിക്കുക, ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഈ പരിപാടിയിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ട് എന്നതുകൂടി ആണ് ഈ പരിപാടിയിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതെ, ശരത് പവാർ, അതുപോലെ ഉദ്ധവ് താക്കറെ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, അതുപോലെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഭഗവന്ത് മാൻ, MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അവരെല്ലാവരെയും വേദിയിൽ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മഹാറാലിക്ക് ഏതാണ്ട് 6 മണിയോടെ തുടക്കമാകും എന്നതാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് നൽകിയ വിവരം. എന്നാൽ ഇടത് പാർട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള വാർത്തകളിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ നീക്കം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇനി 100-ൽ താഴെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാനിരിക്കുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ? റായ്ബറേലിയിൽ ആര് മത്സരിക്കും? പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട സമയമായിരിക്കുന്നു. മറ്റന്നാൾ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണോ? ഒപ്പം ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ ഇനിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയും പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ടല്ലോ.
അനുജ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. 2 ഘട്ടങ്ങളിലെ ഏതാണ്ട് 83 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനമായും അനുജ സൂചിപ്പിച്ച പോലെ തന്നെ അമേഠിയിൽ ആര് മത്സരിക്കും, അതോടൊപ്പം തന്നെ റായ്ബറേലിയിൽ ആര് മത്സരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നൊരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മാത്രമല്ല അത്തരമൊരു വിവരങ്ങൾ തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കൂടാതെ പല പേരുകൾ ചർച്ചയിൽ ഉയരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിപ്പിക്കണം എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിലുള്ള പല നേതാക്കളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അമേഠി മത്സരിക്കാതെ തെക്കേന്ത്യ വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയമായി തന്നെ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്മൃതി ഇറാനി വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒളിച്ചോടി എന്നുള്ളൊരു വികാരം പൊതുവെ ഉയരും, അത്തരമൊരു ആരോപണം ഉയരും. അതുകൊണ്ട് തന്നെ വീണ്ടും അമേഠിയിൽ മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് പൊതുവെ നേതാക്കൾ ഉയർത്തുന്നത്. ഇതെല്ലാം മറ്റന്നാളത്തെ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. തെലങ്കാന, ഉത്തർപ്രദേശ്, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി ചർച്ചകളാകും മറ്റന്നാൾ നടക്കുക. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് റായ്ബറേലിയിൽ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യവും മറ്റന്നാളത്തെ CEC-യിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത്തരം ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് തീരുമാനം. RJD-യുമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിന് 10 മുതൽ 15 വരെ സീറ്റുകൾ നൽകാം എന്നുള്ളൊരു ധാരണയാണ്. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. പക്ഷേ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലടക്കമുള്ള ചർച്ചകൾ തുടരുകയാണ്. ബംഗാളിലാണെങ്കിൽ ഇടത് മുന്നണിയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. രാജസ്ഥാനിലും സമാനമായി തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ ചർച്ചകളെല്ലാം തന്നെ വേഗത്തിലാക്കി ഏതാണ്ട് ഒരു 4 ദിവസത്തിനകം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ളൊരു നീക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. നമുക്കറിയാം മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ് കോൺഗ്രസിന്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഇടുക്കി അറക്കുളം കരിപ്പിലങ്ങാട് രോഗിയുമായി പോയ ആംബുലൻസ് മറിഞ്ഞ് ഒരാൾക്ക് ഗുരുതര പരുക്ക്. ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിലേക്ക് വന്നതായിരുന്നു ആംബുലൻസ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? പരുക്ക് ഗുരുതരമാണോ? അനുജ, അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് തൊടുപുഴയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വാഹനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ നില, അപകടത്തിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അത് രോഗി ആയത്, അതായത് അവിടെ നിന്ന് കൊണ്ടുവന്ന രോഗിയുടെ നിലയാണ് ഗുരുതരം എന്നുള്ള കാര്യം കൂടി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അറക്കുളത്ത് നിന്ന് ചുരം ഇറങ്ങി വരുന്ന വഴിയിലുള്ള വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ആംബുലൻസ് മറിയാൻ ഇടയായത് എന്നുള്ളതും അറിയുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ ഉടൻ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആംബുലൻസിലുണ്ടായിരുന്ന 3 പേരെയും പുറത്തെടുത്ത് മൂലമറ്റത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ആംബുലൻസ് മറിഞ്ഞാണ് രോഗിക്ക് പരുക്കേറ്റത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ കർണാടക BJP-യിൽ തുടങ്ങിയ തർക്കം മുറുകുകയാണ്. മകന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടാനൊരുങ്ങുകയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ KS ഈശ്വരപ്പ. 3 സീറ്റുകളെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന JDS-നെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, ചില അപ്രതീക്ഷിത നീക്കങ്ങളുമായുള്ള BJP-യുടെ കർണാടകയിലെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ കണ്ടതാണ്. സിറ്റിംഗ് MP-മാർക്ക്, മുൻ കേന്ദ്രമന്ത്രിമാർക്കൊക്കെ പലർക്കും സീറ്റ് നിഷേധിച്ചു. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഈശ്വരപ്പയെ പോലെ, ജഗദീഷ് ഷെട്ടാറിനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കൾ അതൃപ്തിയുമായി രംഗത്ത് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് BJP കണക്കിലെടുക്കുന്നത്? അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടോ? ഒപ്പം JDS-ന്റെ ആവശ്യം എന്താണ്? അനുജ, KS ഈശ്വരപ്പ മുൻ ഉപമുഖ്യമന്ത്രിയാണ്, മുതിർന്ന നേതാവാണ്. മകൻ കാന്തേഷിന് ഈ പറഞ്ഞ സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ശിവമോഗയിൽ തന്നെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും. അതായത് BS യെദ്യൂരപ്പന് മകനെതിരെയാണ് സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ രീതിയിലാണ് BJP-ക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ. മാത്രമല്ല കോൺഗ്രസിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് ജഗദീഷ് ഷെട്ടാർ കോൺഗ്രസിലേക്ക് പോയിരുന്നു. തിരികെ വരികയും ചെയ്തിരുന്നു. 2 മാസം മുമ്പാണ് ജഗദീഷ് ഷെട്ടാർ തിരിച്ചെത്തിയത്. അദ്ദേഹത്തിനും അർഹമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സീറ്റ് നൽകിയില്ല എന്നൊരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ബലഗാവി നൽകാമെന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു തീരുമാനം. പക്ഷേ അത് വേണ്ട എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. നമുക്കറിയാം, ലിംഗായത്ത വിഭാഗത്തിന്റെ ഒരു വലിയ വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. അത് ഈ ജഗദീഷ് ഷെട്ടാറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആ വോട്ട് ബാങ്ക് ഉള്ളത്. അപ്പോൾ BJP-ക്ക് അങ്ങനെ ഇദ്ദേഹത്തെ പിണക്കി നിർത്താൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള എന്തായാലും ഒരു അനുനയ ശ്രമങ്ങളൊക്കെ എന്തായാലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജഗദീഷ്
സെക്ടറുമായി. എന്തായാലും ഈശ്വരപ്പയുടെ കാര്യത്തിൽ എന്തായാലും അനുനയ നീക്കങ്ങളൊന്നും തന്നെ ഇനി ഫലം കാണാൻ സാധ്യതയില്ല. കാരണം അവിടങ്ങളിലൊക്കെ ആവശ്യപ്പെട്ട സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അനുനയ നീക്കത്തിന് ഇനി ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന് JDSന്റെ കാര്യമാണ്. JDS 3 സീറ്റുകൾ കൃത്യമായി തന്നെ വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് മാണ്ഡ്യ, ഹാസൻ, കോലാർ എന്നീ സീറ്റുകളാണ് വേണമെന്നുള്ളൊരു ആവശ്യം HD കുമാരസ്വാമി ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടും ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാണ്ഡ്യ വിട്ടുകൊടുക്കാൻ എന്തായാലും തയ്യാറല്ല. മാണ്ഡ്യയിൽ പക്ഷേ സുമലതയെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് BJPയുടെ ഒരു തീരുമാനം. BJP ആ രീതിയിൽ തീരുമാനവുമായി മുൻപോട്ട് പോകുമ്പോൾ മാണ്ഡ്യയിൽ താൻ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് HD കുമാരസ്വാമി പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വലിയ തർക്കങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. മാത്രമല്ല ഈ BJP ഈ പറഞ്ഞ രീതിയിൽ അനുവദിക്കുന്നില്ല എങ്കിൽ, 3 സീറ്റുകൾ അനുവദിക്കുന്നില്ല എങ്കിൽ 25-ാം തീയതി ആകുമ്പോഴേക്കും മാണ്ഡ്യയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും HD കുമാരസ്വാമി എന്തായാലും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആകെ ആഭ്യന്തര പ്രശ്നങ്ങൾ, BJPക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനൊപ്പം തന്നെ ഈ സഖ്യകക്ഷിയുമായിട്ടുള്ള JDSുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളിലും വലിയ തോതിലുള്ള തർക്കങ്ങളാണ് എന്തായാലും കർണാടകയിൽ തുടരുന്നത്. ആദ്യഘട്ട പട്ടിക 20 പേരുടെ പട്ടിക പുറത്ത് വന്നപ്പോഴേക്കും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് BJPക്കകത്ത് ഇപ്പോൾ കർണാടകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർണാടക BJPയിലുണ്ടായ പ്രതിസന്ധിയുടെ വിവരങ്ങളാണ് മനേഷ് മൂർത്തി നൽകിയത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. എറണാകുളത്ത് മേജർ രവി NDA സ്ഥാനാർത്ഥിയായേക്കും. BJP നേതൃത്വം മേജർ രവിയുമായി ചർച്ച നടത്തി. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരനും BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറും പരിഗണനയിലുണ്ട്. ഇന്നോ നാളെയോ പ്രഖ്യാപനമുണ്ടായേക്കും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ചില പ്രധാനപ്പെട്ട ആളുകൾക്കായി ഒഴിച്ചിട്ടിരിക്കുന്നു, മറ്റ് പാർട്ടിയിൽ നിന്ന് എത്തുന്നവർക്കായി എന്നുള്ളതായിരുന്നു നേരത്തെയൊക്കെ വന്ന അഭ്യൂഹം. പക്ഷേ ഇനിയിപ്പോൾ കാത്തിരിക്കാൻ ആകില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചിലരുടെ പേരുകൾ BJPയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതിൽ മേജർ രവിയുടെ പേര് നമുക്ക് ഉറപ്പിക്കാറായോ? അദ്ദേഹം സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്ന് 24 തന്നെ പറഞ്ഞിട്ടുള്ളൊരു അശ്വിനോടാണ് അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ആലത്തൂരിൽ കേൾക്കുന്ന പേരും അതും നമുക്ക് ഉറപ്പിക്കാനായോ? ഇനി കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ വിസമ്മതം അറിയിച്ചു എന്ന തരത്തിലും റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. അനുജ, എന്തായാലും അനുജ സൂചിപ്പിച്ചതുപോലെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ എറണാകുളം അടക്കമുള്ള പ്രധാന മണ്ഡലങ്ങളിൽ ഇറക്കാനായിരുന്നു NDAയുടെ ശ്രമം. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി അതിനുള്ള സമയം അത് വളരെ കുറവായിരുന്നു. അതോടുകൂടിയാണ് മേജർ രവി പോലെയുള്ള BJPയിൽ തന്നെയുള്ള അല്ലെങ്കിൽ BJPയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. എറണാകുളത്ത് എന്തായാലും ഏറെക്കുറെ മേജർ രവി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം തീരുമാനമായിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയെ തന്നെ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു വിസമ്മതമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് K സുരേന്ദ്രൻ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് സ്ഥാനാർത്ഥിയാകാം എന്നുള്ളൊരു ഉറപ്പ് മേജർ രവി നൽകിയിരിക്കുന്നത്. കൊല്ലത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് 2 പേരാണ് പരിഗണനയിലുള്ളത്. അവിടെ കുമ്മനം രാജശേഖരനുമൊപ്പം BJPയുടെ ജില്ലാ അധ്യക്ഷനായ BB ഗോപകുമാറുമാണുള്ളത്. കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് മത്സരിക്കുന്നതിൽ അത്ര അനുകൂലമായ അഭിപ്രായമല്ല പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ BB ഗോപകുമാറിലേക്ക് പാർട്ടി തീരുമാനം പോകുമോ എന്നറിയില്ല. കാരണം ജില്ലാ അധ്യക്ഷന്മാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കേണ്ട എന്ന് പാർട്ടിയിൽ തീരുമാനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആലത്തൂരിലേക്ക് വരുമ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. സരസുവിനെതിരെ നേരത്തെ ഒരുപാട് വിവാദങ്ങൾ ഒക്കെ വന്ന അവരുടെ പേര് വളരെ സജീവ ചർച്ചയായതാണ്. പണ്ട് SFI കുഴിമാടം ഒരുക്കിയ പ്രിൻസിപ്പൽ എന്നൊക്കെയുള്ള ഒരുപാട് വിവാദങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഒപ്പം BJP പല പൊസിഷനുകളിലേക്കും പരിഗണിച്ച ഒരാൾ കൂടിയാണ്. എന്തായാലും ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ എത്രയും വേഗം തന്നെ നികത്താനാണ് അവരുടെ തീരുമാനം. ഒരുപക്ഷെ വളരെ അടുത്ത ദിവസം, ഒരുപക്ഷെ നാളെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളത്തെയും ആലത്തൂരിലെയും സ്ഥാനാർത്ഥികൾ ആര് എന്നൊക്കെയുള്ളതിലുള്ള വ്യക്തതക്കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൊല്ലത്തും ആര് എന്നതിൽ NDA സ്ഥാനാർത്ഥി ആര് എന്നതിൽ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. എറണാകുളത്ത് മേജർ രവിക്ക് സാധ്യതയുണ്ടെന്നാൽ കൊല്ലത്ത് ആര് എന്നതിൽ അവ്യക്തത. ആലത്തൂരിൽ ഒരുപക്ഷെ ഡോക്ടർ സരസുവിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ന് സംഭവിച്ച വാർത്തയിലേക്ക് പോകുന്നു. പേരാമ്പ്ര അനു കൊലപാതക കേസിൽ പ്രതി മുജീബിന് സഹായം നൽകിയ ഒരാൾ കൂടി പിടിയിലായി. കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. സ്വർണം വിൽക്കാൻ സഹായമൊരുക്കിയത് അബൂബക്കർ എന്നാണ് പോലീസ് പറഞ്ഞത്. ഇരുവരെയും പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്ക് വരുമായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. ഞാൻ വരാൻ നോക്കിയതാണ്. അവള് പറഞ്ഞു, ഏട്ടൻ കാല് സുഖമായിട്ട് വന്നാൽ മതി, ആ കോലത്തിൽ ഏട്ടനെ കണ്ട പറഞ്ഞു വെക്കുകയായിരുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് പറയാമല്ലോ. ജോലി തിരക്കാരനെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അന്ന് വിളിച്ചപ്പോൾ അവൾ ഇവിടെയായിരുന്നു ഉള്ളത്. വളരെ ഹാപ്പി ആയിരുന്നു അവള്.
നേരം മൂത്തമ്മമാർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട അനുവിന്റെ പിതാവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. രാഹുൽ സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഇന്നലെ തന്നെ ഒരു ദുരൂഹതയുണ്ട് എന്നത് പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ബൈക്ക്, CCTV ദൃശ്യങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട തെളിവുകളായി മാറുകയാണ്. ഈ പ്രതി ഒരു കൊടും ക്രിമിനലാണ്, മുൻപും ഇത്തരത്തിൽ കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഒരാൾ കൂടി ഈ കേസിൽ പിടിയിലുമായിട്ടുണ്ടല്ലോ. അനുജ, പേരാമ്പ്ര അനു കൊലപാതകത്തിന്റെ ചുരുൾ കൂടുതൽ അഴിയുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒന്നാം പ്രതിയായ മുജീബ് റഹ്മാനെ ഇന്നലെയാണ് കൊണ്ടോട്ടിയിൽ നിന്നും പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്ക് എടവണ്ണപ്പാറയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. തുടർന്ന് അവിടെ എത്തി തെളിവെടുപ്പ് നടത്തി. പിന്നാലെയാണ് ഈ പ്രതി അനുവിൽ നിന്നും കവർന്ന സ്വർണം വിൽപ്പന നടത്താൻ ശ്രമിച്ച ജ്വല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു സംഭവത്തിൽ തനിക്ക് ഒരാളുടെ സഹായം ലഭിച്ചു എന്ന കാര്യം പോലീസിനോട് മുജീബ് റഹ്മാൻ തുറന്നു പറഞ്ഞത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കൊണ്ടോട്ടിയിൽ നിന്ന് തന്നെയാണ് കേസിലെ രണ്ടാം പ്രതിയായ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇരുവരുടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അല്പം മുമ്പാണ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തിരിച്ചെത്തിക്കും. പിന്നാലെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. സ്വാഭാവികമായും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. നാളെയായിരിക്കും ഈ കൊലപാതകം നടന്ന ഈ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ആദ്യം തന്നെ കുടുംബം ആരോപിച്ചിരുന്നു ഈ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന്. കാരണം മുട്ടൊപ്പം വെള്ളമുള്ള ഒരു തോട്ടിൽ ഒരിക്കലും ഒരാൾ കൊല്ലപ്പെടില്ല എന്ന കാര്യം ആദ്യം തന്നെ കുടുംബം പറഞ്ഞിരുന്നു. ഇതിൽ ചൂണ്ടിയുള്ള അന്വേഷണമാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഈ സംഭവത്തെ എല്ലാ CCTVകളും പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ നിന്നുമാണ് ഈ ബൈക്കിന്റെ ഉൾപ്പെടെ വിശദമായ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചത്. അതിൽ നിന്നുമാണ് ഈ പ്രതികളിലേക്ക് എത്തിച്ചത്. എന്താണെങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം 4 ദിവസത്തിനുള്ളിൽ ഈ പ്രതികളെ പിടികൂടാനായത് ആശ്വാസകരമാണ്. ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതികളെയാണ് ഇന്നിപ്പോൾ പോലീസ് പിടികൂടിയത്. മുഖ്യപ്രതി പോലീസ് പിടിയിൽ, ഒപ്പം സഹായിയും പോലീസ് പിടിയിലായി. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പിരിവ് തടഞ്ഞ് പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിടുകയാണ്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.